നമസ്കാരം. CRS-JS എന്ന മനുഷ്യാവകാശ സംഘടനയുടെ സിവിൽ റൈറ്റ്സ് ഫോറത്തിൻ്റെ പ്രസിഡന്റാണ് ജയചന്ദ്രൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം കൊടുത്ത ഒരു പരാതിയുടെ പുറത്താണ് ശ്രീലേഖ IPSനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. BNS 72 പ്രകാരവും അതേ പോക്സോ വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇരയുടെ പേര് പറയാൻ പാടില്ല, അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ കൂടിയാണ് ഇതിലുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള കാര്യത്തിലാണ് ശ്രീലേഖ IPS അവരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അവകാശവാദങ്ങളുമായിട്ട് ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ കേസ് കൊടുത്ത ശേഷം ഈ കേസിന് ആസ്പദമായിട്ടുള്ള പേരുകളെല്ലാം തന്നെ, വീഡിയോകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് തെളിവുകൾ നശിപ്പിച്ചിരിക്കുകയാണ് ആര്? ശ്രീലേഖ IPS. അതായത് ശ്രീലേഖ IPS ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മാസങ്ങളും കൊല്ലങ്ങളായി തൻ്റെ ചാനലിലുണ്ടായിരുന്ന വീഡിയോകളെല്ലാം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കേസ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് അവർ വലിയ തോതിൽ കേസിലേക്ക് പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് തെളിവുകൾ നശിപ്പിക്കാവുന്ന ഗുരുതരമായ കുറ്റമാണ്. അതായത് നോൺ ബെയിലബിൾ വകുപ്പാണ്. മറ്റുള്ള വകുപ്പുകളെല്ലാം ബെയിലബിൾ വകുപ്പാണ്. 2 വർഷം ശിക്ഷയാണ് BNS 72 അപ്പം ഈ കേസിൽ, വളരെ നിർണായകമായ ഈ കേസിൽ ഇന്നലെയും കൊടുത്തതല്ല, 2025 ശ്രീ ജയചന്ദ്രൻ ഈ കേസ് കൊടുത്തത്. എന്നാൽ അതിനുശേഷം കോടതിയിൽ കേസ് കൊടുക്കുകയും CMP ഫയൽ ചെയ്യുകയും, എന്നാൽ പോലീസ് ഇത് കേസെടുക്കാതെ നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. വീണ്ടും കോടതിയെ സമീപിച്ചാണ് അദ്ദേഹം ഈ കേസിൽ വിധി വാങ്ങിയത്, FIR ഇട്ടത്. ഈ സന്ദർഭത്തിലാണ് ശ്രീലേഖ IPS ഇന്ന് പത്രസമ്മേളനം നടത്തി വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പേര് പറഞ്ഞിട്ടില്ല, കവിയൂർ കേസിനെ പറ്റി പറഞ്ഞില്ല എന്നെല്ലാം, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല എന്നെല്ലാം കള്ളം പറഞ്ഞു. എന്നാൽ അവർ തന്നെ പോസ്റ്റ് ചെയ്ത കാര്യമാണ്. അത് ആണ് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് കിളിയൂർ കേസിലെ പെൺകുട്ടിയല്ല എന്ന് അവർ പറഞ്ഞു എന്ന് കൃത്യമായി തന്നെ ശ്രീ ജയചന്ദ്രൻ പറയാണ്. അദ്ദേഹമായി നടത്തിയ ഡിസ്കഷന്റെ ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമാണ് ഞാൻ പുറത്തുവിടുന്നത്. നമസ്കാരം. താങ്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീലേഖ IPSനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അതെ, പോക്സോ അതോടൊപ്പം തന്നെ BNS 72 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതെ. ഇന്ന് ശ്രീലേഖ IPS നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്നത് അവർക്കെതിരെ ഈ കേസുകളൊന്നും നിൽക്കില്ല, BNS 72 നിൽക്കില്ല. പിന്നെ കിളിരൂർ കേസിലെ ഇരയായ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നു എന്നാണ് അവർ ആദ്യം പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമേ എനിക്കൊരു അപേക്ഷയുള്ളത്, അറിയാതെ താങ്കൾ ആ പേര് പറയാൻ തുടങ്ങിയത് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. അത് ഞാൻ കട്ട് ചെയ്തോളാം. ഓക്കെ. ഈ പറഞ്ഞത് നിയമപരമായി യാതൊരു വിധത്തിലും സാധ്യതയില്ലാത്ത കാര്യമാണ് ശ്രീമതി ശ്രീലേഖ ഇന്ന് പറഞ്ഞതായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് അവർ കൊടുത്തിട്ടുള്ള, പബ്ലിഷ് ചെയ്തിട്ടുള്ള ചാനലിൽ അവരാണ് അവകാശപ്പെട്ടിട്ടുള്ളത് ഈ പെൺകുട്ടി മൈനറാണ്. ഇപ്പോൾ അവർ പറയുന്നു അല്ല, FIR-ൽ മൈനറായിട്ട് എഴുതിയതാണ്, മൈനർ അല്ല എന്ന് പറയുന്നു. പക്ഷെ അവർ ആധികാരികമായിട്ട് അവർ പബ്ലിഷ് ചെയ്ത അവരുടെ YouTube ചാനലിൽ പറയുന്നത് ഈ പെൺകുട്ടി മൈനർ ആണെന്നുള്ളതാണ്. അത് ഒരു കാര്യം. 2, എന്റെ പരാതിയിൽ പ്രധാനപ്പെട്ട് ഊന്നൽ നൽകിയിട്ടുള്ളത് പോക്സോയെ കുറിച്ചേ അല്ല. അത് മാധ്യമങ്ങൾ ഹൈപ്പ് ചെയ്ത് പോക്സോ എന്ന് പറഞ്ഞതാണ്. കാരണം പോക്സോ ആക്ട് 23, 23(2), 22(4) അനുസരിച്ച് മാക്സിമം കൊടുക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം മുതൽ 1 വർഷം വരെ. BNS 72 ആണ് ഞാൻ ഊന്നൽ നൽകി പറഞ്ഞിട്ടുള്ളത്. BNS 72 എന്ന് പറയുന്നത് 2 വർഷവും ഫൈനുമാണ് ശിക്ഷ. ആ BNS 72-ല് ഇന്ന് അവര് പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനത്തിൽ അവകാശപ്പെടുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ പേര് ഡൈവേർജ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നാണ്. ഇത് എൻ്റെ അടുത്ത് ഈ FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് വിസമ്മതിച്ച SHO എന്നോട് ചോദിച്ചതാണ് ഈ ഡൗട്ട്. പോലീസുകാർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് അത്. പോലീസിന് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ എന്താണെന്ന് എനിക്കറിയാം. വളരെ ക്ലിയർ ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ അന്ന് തന്നെ ഞാൻ SHOയുടെ അടുത്ത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു. കാരണം ആ BNS 72-ൽ തന്നെ പറയുന്നുണ്ട്
ഒരു മരിച്ചുപോയ വിക്ടിം, ഒരു ചൈൽഡ് വിക്ടിം, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ഉള്ള വിക്ടിം, ഈ 3 കാറ്റഗറിയിലുള്ള വിക്ടിംസിന്റെയും ഐഡന്റിറ്റി ഡൈവേർജ് ചെയ്യണമെങ്കിൽ ആ വിക്ടിംസിന്റെ നെക്സ്റ്റ് ഓഫ് കിൻ ഈ പർപ്പസിന് വേണ്ടി കേന്ദ്രമോ സംസ്ഥാന ഗവൺമെന്റോ ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എൻ NGO അതിന്റെ ഭാരവാഹിക്ക് ഇൻ റൈറ്റിംഗ് പെർമിഷൻ കൊടുക്കണമെന്നാണ്. എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓഫ് കിന്നിന് പോലും നേരിട്ട് പേര് ഡൈവേർജ് ചെയ്യാൻ പറ്റില്ല. പേര് ഡൈവേർജ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഓഫ് കിൻ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഓതറൈസ് ചെയ്ത ഒരു വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാരവാഹിക്ക് മാത്രമേ ഇൻ റൈറ്റിംഗ് നെക്സ്റ്റ് ഓഫ് കിൻ പെർമിഷൻ കൊടുത്താൽ ഇത് ഡൈവേർജ് ചെയ്യാൻ ഒക്കുള്ളൂ. എന്റെ സംഘടനയ്ക്ക് ഒരാൾ എഴുതി തന്നാൽ ഡൈവേർജ് ചെയ്യാൻ ഒക്കില്ല. അത്ര ഗൗരവമായിട്ട് മരിച്ചുപോയ വ്യക്തിയുടെ എന്താ പറയുന്നത്, അവരുടെ ഐഡന്റിറ്റി സേഫ് ഗാർഡ് ചെയ്യാനാണ് ഈ ലെജിസ്ലേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ലെജിസ്ലേറ്റീവ് ഇന്റന്റ് അതാണ്. പഴയ IPC 228A ആണ് ഇപ്പോൾ 72 BNS ആയത്. അതുകൊണ്ട് മരിച്ചുപോയ ആളുടെ പേര് ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട് അത് പറ്റത്തില്ല. ലോ ഈസ് വെരി ക്ലിയർ. ലോ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ്. ശ്രീലേഖ IPSന് മാത്രം പ്രത്യേകമായിട്ട് ഇന്ത്യയിൽ ഒരു നിയമവുമില്ല. എല്ലാ വ്യക്തികൾക്കും നിയമം ഒരുപോലെ ബാധകമാണ്. ഈ നിയമത്തിനെ കുറിച്ച് വളരെയധികം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ശ്രീലേഖ. അവർ ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങളോട് മനഃപൂർവ്വം കള്ളം പറയാണ്. അവർ ഈ സെക്ഷൻ വായിച്ചിട്ടുള്ള വ്യക്തിയാണ്. അവർക്കിതറിയാം. അവർക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം അവർക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. പിന്നെ പണ്ട് ആളുകൾ പേര് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഗുജറാത്തിലൊക്കെ ഗോദ്രയിൽ കൊന്നത് കൊണ്ട് ഞാനും കുറെ കൂട്ടബലാത്സംഗത്തിലും കൊലപാതകത്തിലും പങ്കെടുത്തു എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നത് പോലെ ഉള്ളൂ. അപ്പൊ അത് ഒരാളൊരു ക്രൈം ചെയ്തത് കൊണ്ട് ഞാനും ആ ക്രൈം ചെയ്തു എന്ന് പറയാൻ ഒക്കില്ല. ഇത്ര വർഷം കഴിഞ്ഞിട്ട് പേര് വെളിപ്പെടുത്താമെന്ന് BNS 72 പറഞ്ഞിട്ടില്ല. പിന്നെ അവര് പറയുന്നത് ഇത് 2024 ശേഷമാണ് BNS എന്നത് 2021 അവർ പബ്ലിഷ് ചെയ്തതെന്നാണ് പറയുന്നത്. അതെ, അത് ശരിയാണ്. പക്ഷെ അത് നിയമത്തിനെ കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അവര് BNS പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പാണ് അവരിതൊക്കെ ചെയ്തതെങ്കിലും ഇത് ഓൺലൈനിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂയിങ് ഒഫൻസ് എന്ന് എന്റെ പരാതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂയിങ് ഒഫൻസ് ആണെങ്കിൽ ഇന്നത്തെ സെക്ഷൻ എല്ലാന്നുണ്ടെങ്കിലും അവർക്ക് രക്ഷയില്ല. 228 IPC വരും. അല്ല, ഇന്നും അവരുടെ ഈ സംഭവം ലൈവായിട്ട് അവരുടെ ചാനലിലുണ്ട്. അവരുടെ ചാനലിൽ ഇല്ല. ഇന്നലെ 3:30 മണിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ അവരുടെ ചാനൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 1-2 മണിക്കൂറിന് ശേഷം അവരുടെ ചാനലിൽ നിന്ന് അത് റിമൂവ് ചെയ്ത്, അതുകൊണ്ട് അവർ രക്ഷപ്പെടുകയൊന്നുമില്ല. അത് വേറെ പ്രൂഫൊക്കെ ഉണ്ട് അവർക്കെതിരെ ഉള്ള. അവരിത് ഡൈവേർട്ട് ചെയ്തതിന്റെ എവിഡൻസ് ഒക്കെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ എന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ടൊന്നും രക്ഷപ്പെടാൻ ഒക്കൂല. ശ്രീലേഖ IPSന്റെ മുന്നിൽ മാന്യമായിട്ടുള്ള ഏക വരി കോടതിയിൽ ചെന്ന് എനിക്ക് അബദ്ധം പറ്റി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആരെയും ജയിലിൽ അടയ്ക്കാൻ നിൽക്കുന്ന സംഘടനയല്ല, ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ഞങ്ങൾ കോടതിയുടെ അടുത്ത് പറയും, ജെനുവിനായിട്ട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു മാപ്പും താക്കീതും കൊടുത്ത് വിട്ടേക്കാൻ. കാരണം നമ്മളുടെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിലല്ല ഫോക്കസ്, റിഫോർമേറ്റീവ് ജസ്റ്റിസിലാണ്. അപ്പോൾ ഒരു കുറ്റം ചെയ്തയാള് ജെനുവിനായിട്ട് അതിനെ റിഗ്രറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ അനുഭാവപൂർവ്വം നിയമം പരിഗണിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അല്ലാതെ വാശിയൊക്കെ പിടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലേഖ IPS നിയമക്കുരുക്കിൽ പെടും. ഇത് സുപ്രീം കോടതി വരെ പോകുകയാണെങ്കിലും ഞാൻ ഈ കേസൊന്നും വിട്ടിട്ട് പോകത്തില്ല. വേറൊരു കാര്യം അവര് ചെയ്തിരിക്കുന്ന ഇപ്പൊ നേരം അവര് തെളിവ് നശിപ്പിച്ചു എന്നുള്ള കേസും കൂടി വരില്ലേ? അതേ, തെളിവ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വരും. കാരണം നോൺ ബെയിലബിൾ വകുപ്പാണ്. അതായത് ഈ BNS 72 എന്ന് പറയുന്നത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ജഡ്ജ്മെന്റ് അനുസരിച്ച് 7 വർഷത്തിന് താഴെ പണിഷ്മെന്റ് ഉള്ളത് കൊണ്ട് സാധാരണ സാഹചര്യത്തിൽ അവർക്ക് BNSS 35(3) നോട്ടീസ് കൊടുത്ത് അവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവരുടെ അറസ്റ്റ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്ത് 2 പേരെ ആൾജാമ്യത്തിൽ അവരെ വിടേണ്ടതാണ് സ്റ്റേഷനിൽ നിന്ന്.
പക്ഷെ അതിന് ചില എക്സെപ്ഷൻസ് ഒക്കെ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ ഒന്ന് തെളിവ് നശിപ്പിക്കുക സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് തേച്ചു മാച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനലിൽ നിന്നും ഒരു ഉദാഹരണം പറഞ്ഞാൽ എപ്പിസോഡ് 80 ഇന്നിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ചാനലിൽ എപ്പിസോഡ് 79 ഉണ്ട്, 81 ഉണ്ട്, പക്ഷെ 80 ഇല്ല. 80 വളരെ നിർണായകമാണ്. ആ 80-ലാണ് അവർ പറയുന്നത് ഇത് മൈനറാണ്. അവരുടെ അവകാശമാണ് മൈനർ എന്ന്, എന്റെ അവകാശമല്ല മൈനർ. അത് പിന്നെ കിളിരൂർ കേസിന്റെ കാര്യമാണ് പറയുന്നത്. കവിയൂർ കേസിന് ആ കുട്ടിയെ കുറിച്ച് അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് അതും പറഞ്ഞിട്ടുണ്ട്. ഈ പിള്ളേരുടെ രണ്ടുപേരുടെയും പേരൻസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഫാമിലിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനാണ് കവിയൂർ കേസിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാള്. ഓക്കെ, അതില് അവര് കാണിച്ചിട്ടുള്ള തട്ടിപ്പിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവരായിരുന്നു അന്വേഷണം നടത്തിയത്. ദയവ് ചെയ്ത് കുട്ടിയുടെ പേര് പറയരുത്. ഇല്ല, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് നിയമം പറയാൻ പറ്റില്ലല്ലോ. അതായത് ഈ പറയുന്ന സംഭവത്തിൽ കുട്ടിയുടെ രഹസ്യഭാഗത്ത് മരിച്ച സമയത്ത് ശുക്ലവും ശുക്ലസ്രാവവും കിട്ടിയിരുന്നു. DNA ടെസ്റ്റ് നടത്താതെ അത് അട്ടിമറിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ അവർ ചെയ്ത തട്ടിപ്പ്. DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ, ഇത് കോടതിയിൽ വന്ന കാര്യമാണ്, DNA ടെസ്റ്റ് കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ആരാണ് അതിനകത്ത് ബലാത്സംഗം ചെയ്തതെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബസന്തിന് വന്ന ഒരു കത്ത്, ആ കത്തിൽ കൃത്യമായി ഇതില് കോടിയേരി ബാലകൃഷ്ണൻ, MA ബേബി, അവരുടെ മക്കള് ഈ പെൺകുട്ടിയെ ലതാ നായർ പല സ്ഥലത്തും കൊണ്ടുപോയി കാഴ്ചവെക്കുകയും ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കാര്യം ആണ് പറഞ്ഞിട്ടുള്ളത്. അത് അന്വേഷിക്കാൻ വേണ്ടി ഇവർക്ക് അത് കൈമാറിയിരുന്നു ഹൈക്കോടതി രേഖാമൂലം. അതിന്റെ കത്ത് എനിക്ക് കോപ്പി കിട്ടി, ഞാൻ പ്രസിദ്ധീകരിക്കാൻ അവരുടെ അടുത്ത് വെരിഫൈ ചെയ്താണ്. എന്നാൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ അവർ പറഞ്ഞിരിക്കുന്നത് ആ കത്ത് കിളിരൂർ കേസിനെ സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്തു. ഞാൻ മാത്രമല്ല, ആദ്യത്തെ കവിയൂർ കേസിലെ കുട്ടിയാണോ സ്ലോ പോയിസണിങ് മരിച്ചത്? അത് തന്നെ, കവിയൂർ കേസിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, കിളിരൂർ കേസല്ല പറയുന്നത്. മനസ്സിലായി. കിളിരൂർ കേസിലെ ശേഷമാണ് കവിയൂർ കേസ് വരുന്നത്. ആ 5 അംഗ കുടുംബത്തെ കൊന്നതാണ് എന്നുള്ളതാണ് ഞാൻ കോടതിയിൽ വ്യക്തമായി തെളിവോടെ വാദിച്ചതും. പിന്നെ അച്ഛൻ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ പൊളിഞ്ഞുപോയി. അല്ല, അതാണ് ഞാൻ അവിടെ ഒരു കൺഫ്യൂഷൻ. അവിടെ ഈ ആത്മഹത്യ ചെയ്ത കുടുംബത്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ആത്മഹത്യ ചെയ്തല്ല, കൊന്നതാണ്. ആത്മഹത്യ. അതെ, ആ കുടുംബത്തിന്റെ കേസ് ഇവരാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? ഇവരാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ഇവർക്ക് ആണ് ഈ കത്ത് ഹൈക്കോടതി കൈമാറിയത്. അതെ, പക്ഷെ ഇവർ അവകാശപ്പെടുന്നത് ഇവര് മറ്റേ കേസാണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ഈ കേസ് ഇവര് കൈമാറിയത് തെറ്റിദ്ധാരണ കൊണ്ട് ജസ്റ്റിസ് കള്ളമാണ്. ഈ കേസിന്റെ അന്വേഷണം അവർക്കായിരുന്നു ചുമതല. അത് അവര് CBIയോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവര് പറഞ്ഞത് DGP അന്ന് മറ്റേ കേസ് നോക്കുന്നത് കൊണ്ട് ഈ കേസും കൂടെ ഒന്ന് ചുമ്മാ റെക്കോർഡ്സ് നോക്കൂ ശ്രീലേഖ എന്ന് അവരോട് പറഞ്ഞതായിട്ടാണ് അവർ ഔദ്യോഗികമായി CBIയോട് പറഞ്ഞിട്ടാണ് ഞാനാണ് അതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത്, എനിക്ക് കത്ത് വന്നിട്ടുണ്ട്, കൈമാറിയിട്ടുണ്ട്. അല്ല, കത്ത് കൈപ്പറ്റിയത് അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കത്ത് കിളിരൂർ കേസിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ട് അവർ ഡൈവേർട്ട് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ, എനിക്ക് കോപ്പി കിട്ടിയപ്പോൾ ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചു, ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇത് ശരിയാണ്, ഇതിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് കൃത്യമായി എന്നോട് അഡ്മിറ്റ് ചെയ്ത ഒരാളാണ്. ആ കേസിലെ പെൺകുട്ടി മൈനറാണല്ലോ. മൈനറാണ്, 15 വയസ്സോളം. അതെ, മറ്റേ കേസും മൈനറാണ്. അതും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള, അതിന്റെ ഭാഗമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് FIR മൈനറാണെന്ന് എഴുതിപ്പോയി, ശരിക്കുള്ള വയസ്സ് 20 ആണെന്നാണ്. അത് ഇവര് കള്ളം പറയാണ്. അതെ, അല്ല, അവര് കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും അവരുടെ വീഡിയോയിൽ അവര് മൈനർ എന്ന് പറയും. പിന്നെ വേറൊരു അപ്പൊ ഇതാണ് ഇതില് എന്റെ ആരോപണം എന്താണ്, അവര് ഈ കേസ് സ്വാധീനപരമായി അട്ടിമറിച്ചു എന്ന് കൂടിയാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നു, DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ അതെ ഇതിൽ കണ്ടുപിടിക്കാൻ സാധിക്കായിരുന്നു. ഇതിനകത്ത് യഥാർത്ഥ പ്രതിയെ മാത്രമല്ല, അതിന് ശേഷം ബാക്കിയുള്ള എല്ലാവരും നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു 15 വയസ്സുകാരി എന്നാണ് പറഞ്ഞത്. അതെ, അപ്പൊ അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഇപ്പൊ ഞാൻ ഹൈക്കോടതിയിൽ അതിന്റെ ബാക്കി ഹൈക്കോടതിയിൽ ഇപ്പൊ CBI പറഞ്ഞിരിക്കും ഞങ്ങൾക്ക് ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കേസ് അട്ടിമറിച്ച ആൾക്കാർക്കെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്.
തീർച്ചയായിട്ടും താങ്കൾ ചെയ്യണം. അപ്പം അങ്ങയുടെ ഈ ഫൈറ്റിന് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു 2 മിനിറ്റ് എനിക്ക് തരണം. തീർച്ചയായും പറഞ്ഞോളൂ. ഞാൻ ശ്രീമതി ശ്രീലേഖയുടെ പ്രതികരണം കണ്ടതുകൊണ്ട് മാത്രമാണ് ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അവർ അന്വേഷിച്ചു എന്ന് പറയുന്ന ആദ്യത്തെ കേസിൽ അവർ പറയുന്നത് ആ പെൺകുട്ടി അതിന്റെ മൊഴി അവർ റെക്കോർഡ് ചെയ്തു. ആ പെൺകുട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ കസ്റ്റഡി കിട്ടിയപ്പോൾ അവർ പ്രതിയെ തല്ലിയെന്നാണ്. എന്നിട്ട് അവർ ജയിൽ DDP ആയിരുന്ന സമയത്ത് ആ പ്രതി അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയി. ഒരു തല്ലും കൂടെ 2 അടി കൊടുക്കുമെന്ന് ഈ പെൺകുട്ടിക്ക് വാഗ്ദാനം കൊടുത്തു. അവർ പോയി അന്വേഷിച്ച്. പക്ഷെ അവരെ അപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടു എന്നാണ് പറയുന്നത്. ഇവർ കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ആ കേസിൽ ഹൈക്കോടതി അക്വിറ്റലാണ് നടത്തിയിട്ടുള്ളത്. അതായത് നിരപരാധികൾ എന്ന് കണ്ട് വെറുതെ വിട്ടു. അത് വളരെ ശ്രദ്ധേയമാണ്. ഇവര് ഇപ്പോഴിരുന്നുകൊണ്ട് അവരാണ് ഈ കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് അൺഅക്സെപ്റ്റബിൾ. അവരും CBI-യും CBI-യുടെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ CBI-ക്ക് വേറെ റോളൊന്നുമില്ല. ഇവര് തെളിവൊക്കെ നശിച്ചെല്ലാം കഴിഞ്ഞ് ഉള്ളത് വെച്ചിട്ട് CBI കേസ് തട്ടിക്കൂട്ടി ഇവര് പറഞ്ഞ വേർഷൻ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിയുടെ സ്ക്രൂട്ടണിയിൽ നിൽക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ വീഡിയോകൾ ശ്രദ്ധിച്ചാൽ താങ്കൾക്ക് ഒരു വലിയ സത്യം മനസ്സിലാകും. ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി അടി കൊടുക്കണമെന്നൊക്കെ അവരോട് ആ കുട്ടി പറഞ്ഞു. അവര് കരഞ്ഞുകൊണ്ടാണ് ആ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. പിന്നീട് അവര് ആ മൊഴി രേഖപ്പെടുത്തുമ്പോഴും കരഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ തന്നെ പ്രൊസീജിയറൽ ലാപ്സ് ആണ്. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടത് ഓൺ ദ സ്പോട്ടാണ്. എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാനൊരു പോലീസ് ഓഫീസർക്ക് കൊടുക്കുന്നെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് ഞാൻ കൊടുക്കുന്ന സമയത്താണ് ആ പോലീസ് ഓഫീസർ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് വീട്ടിൽ പോയിരുന്ന് അത് പൊടിപ്പും തൊങ്ങലും വെച്ച് കയറ്റി അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിലെ ലാപ്സസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതല്ല ഒരു എന്താ പറയുന്ന വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് വിക്ടിം പറയുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇവര് ഗ്രേവ് പ്രൊസീജിയറൽ വയലേഷൻ നടത്തിയെന്ന് അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. അവരുടെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ക്രൈം ഇൻവെസ്റ്റിഗേഷനിൽ വരാവുന്ന ഒരു ലാപ്സ് ആണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ നമ്മൾ റോബോട്ടൊന്നുമല്ല. പിന്നീട് നമ്മുടെ വീട്ടിൽ പോയിരുന്നോ ഓഫീസിൽ പോയിരുന്നോ എഴുതിയെടുക്കാനായി. അതൊരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ CRSJS എന്ന് പറഞ്ഞ സംഘടന 1997 മുതൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റിക്ക് ഒന്നും പോകാത്ത ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനമാണ്. ഞങ്ങൾ പോലീസ് അട്രോസിറ്റീസിന്റെ വിക്ടിംസിനെ സഹായിക്കുന്നവരാണ്. കേരളത്തിൽ 100 കണക്കിന് വിക്ടിംസിനെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഞങ്ങൾ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പോയിട്ടില്ല. അവർക്കൊക്കെ ഞങ്ങളെ കുറിച്ച് അറിയാം. ഞാനിത് പറയുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അവർക്കെതിരെ നീങ്ങുന്നു എന്നാണ് ആരോപണം. എന്റെ പരാതി ഞാൻ കൊടുക്കുന്നത് ഒക്ടോബർ 5, 2005 മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത്. രണ്ടാമത്തെ പരാതി കൊടുക്കുന്നത് ഒക്ടോബർ 7, 2025 അതിനുശേഷം ഞാൻ കമ്മീഷണർക്കും DGP-ക്കും മുഖ്യമന്ത്രിക്കും കൊടുത്തു. ഇതിലൊന്നും ഫലം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഒക്ടോബർ 24 ഞാൻ JFMC 3 CMP ഫയൽ ചെയ്തു. CMP നമ്പർ 5695 of 2025. നവംബർ 9 ശ്രീമതി ശ്രീലേഖയെ ഭാരതീയ ജനതാ പാർട്ടി ശാസ്ത്രമംഗലം വാർഡിൽ മത്സരിക്കാൻ കാൻഡിഡേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഓൺലൈൻ സെർച്ച് ചെയ്താൽ ശ്രീമതി ശ്രീലേഖ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് അവർ പത്രക്കാരോട് പറയുന്ന വീഡിയോ ഉണ്ട്. ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോ ഇവിടെ വന്നപ്പോഴാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്, ഞാനത് ശിരസ വഹിക്കുന്നു. അപ്പോൾ ശ്രീമതി ശ്രീലേഖയ്ക്ക് അറിയാത്ത കാര്യം ഈ പാവപ്പെട്ട എനിക്കെങ്ങനെയാണ് മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് അറിയാൻ സാധിക്കുക? അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ആ വ്യാജ ആരോപണം നിലനിൽക്കില്ല. 2, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നവംബർ 8 രാജസ്ഥാൻ ഗവൺമെന്റിനോട് ഇതുപോലെയുള്ള യൂട്യൂബർമാർക്കെതിരെ FIR അന്വേഷിച്ച് രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ട വിധിന്യായം വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ ഇവിടുത്തെ DGP-ക്ക്
ഇതുപോലെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനെതിരെയും FIR ഇടണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങളുടെ സംഘടന പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രീമതി ശ്രീലേഖയ്ക്കെതിരെ മാത്രം കൊടുക്കുന്നതല്ല, കൊടുത്തത് മാത്രമല്ല, അത് ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് അല്ല സൈബർ സെൽ അത് ക്ലോസ് ചെയ്തെന്ന്. പക്ഷെ ഞങ്ങളുടെ ടീം ഇരുന്ന് ഇതെല്ലാ ഡീറ്റെയിൽസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അവരിതൊക്കെ മ്യൂട്ട് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ ഇതേപോലെ നീങ്ങേണ്ടി വരില്ല. ഞങ്ങൾക്ക് ശ്രീമതി ശ്രീലേഖയെ സിംഗിൾ ഔട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു. പിന്നെ പറഞ്ഞത് ഞാൻ ഇതുമായിട്ട് ആരും ബന്ധമുള്ള ആളല്ല. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ ഏത് ഇന്ത്യൻ സിറ്റിസണും അത് റിപ്പോർട്ട് ചെയ്യാം. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പറയുന്ന IPS ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന ആ വ്യക്തി അവര് പറയുന്നത് വെച്ചിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിയമം മനസ്സിലാക്കണം. നിയമം മനസ്സിലാക്കിയാൽ ഇവർ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് BNS 72 എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാകും.